മല്ലു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ IASന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ബിനിൽ സാബുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, ഈ ഗോപാലകൃഷ്ണനെതിരെ കുറ്റം തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണോ ഇത്തരത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന നടപടിയിലേക്ക് കടന്നത്? പരിശോധിക്കാൻ റിവ്യൂ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ റിവ്യൂ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ കുറ്റം തെളിയിക്കാനായിട്ടില്ല എന്ന കണ്ടെത്തൽ നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിനെതിരെ ഈ ആരോപിക്കപ്പെടുന്ന ആദ്യം മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ആദ്യം ഉണ്ടായത്. അത് ഒക്ടോബർ 31-നാണ്. അത് വ്യാപക വിമർശനം ഉയർന്നു. ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മതത്തിന്റെ കള്ളിയിൽ പെടുത്തി ഗ്രൂപ്പ് ഉണ്ടായത് ശരിയല്ല എന്ന വിമർശനം ഉയർന്നു. പിന്നാലെ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പുറത്തു വരികയും ചെയ്തു. അതിനുശേഷമാണ് മുസ്ലിം ഉദ്യോഗസ്ഥരുടെ പേരിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. ഇത് വീണ്ടും വിവാദമായപ്പോഴാണ് ഇത്തരത്തിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വരികയും അതിനെതിരെ പരാതികൾ പോവുകയും ചെയ്തു. പിന്നെ സർക്കാർ പരിശോധിക്കുകയും തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോവുകയുമായിരുന്നു. അതിനുശേഷം ഈ ചാർജ് മെമ്മോ, ഈ രണ്ട് കേസിലും ചാർജ് മെമ്മോ വന്നിരുന്നു. ആ മെമ്മോയിൽ ഇത്തരത്തിൽ കെ ഗോപാലകൃഷ്ണൻ കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാനായിട്ടില്ല എന്നൊരു ചാർജ് മെമ്മോയാണ് പുറത്തേക്ക് വന്നത്. അതൊന്നും വിവാദമായതാണ്. അതിനുശേഷമാണ് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരികയും സർക്കാർ ഇത്തരത്തിൽ നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഉള്ളത് നിലവിൽ ഈ ഫോൺ ഹാക്ക് ചെയ്ത വ്യാജ പരാതി കെ ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയിരുന്നു. അതിനെക്കുറിച്ച് ഇതിൽ പരാമർശിക്കാതെയാണ് നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരികയും സർക്കാർ നടപടി വീണ്ടും തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് പോവുകയും ചെയ്തത്. അന്ന് ഇത് വിവാദമാവുകയും പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ഈ നടപടിയും വിവാദത്തിലേക്ക് പോകുന്ന ഉറപ്പാണ്. ബിനിൽ സാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.